കുനിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. ആദ്യം തന്നെ ഞാൻ ഷാജിയോട് ചോദിക്കാൻ വന്നു, നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിചയം വേണ്ട കേരളീയർക്ക് ഷാജികുമാറിനെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് വടക്കൻ കേരള കാസർഗോഡ് പരിചയപ്പെടുത്തേണ്ട ഒരാളേ അല്ല ഷാജി. ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഷാജികുമാർ ഞങ്ങളുടെ കോളേജിലേക്ക് ആദ്യമായിട്ടല്ലേ വരുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും വടക്കേ മലബാറിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒരു വലിയ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടുള്ളൊരു സ്ഥാപനമാണ് ഈ കുനിയ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് IAS അക്കാദമി, അതുപോലെ തന്നെ ഇവിടെ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് തുടങ്ങി അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പല അനുബന്ധ സ്ഥാപനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഇതിൽ വരുന്നുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്താണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം വരുന്നതിന്, അല്ലെങ്കിൽ ഇവിടെ എത്തിപ്പെട്ടപ്പോൾ എന്താണ് ഷാജിയുടെ ഒരു അനുഭവം? ഞാനൊരു സെൽഫ് ഫിനാൻസിങ് കോളേജ് എന്ന് വിചാരിച്ചിട്ടാകുമ്പോൾ ഞാനൊരു നമുക്കതിനെക്കുറിച്ചുള്ളൊരു പരിമിതി കലർന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, അങ്ങനെയാണ് പ്രതീക്ഷിച്ച്. പക്ഷേ ഞാൻ പ്രതീക്ഷയിൽ നിന്ന് വളരെ വ്യത്യസ്തവും ഗംഭീരവുമായ ഒരു കോളേജായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, ഈ ഷാജഹാൻ താജ്മഹൽ പണിഞ്ഞതുപോലുള്ള ഒരു വർക്ക് ഓഫ് ഫോമാണ് ഇതിൻ്റെ മൊത്തം. പിന്നെ വളരെ ശാന്തമായ അന്തരീക്ഷം, പിന്നെ കുട്ടികളുടെ സ്ട്രെങ്ത്തും വളരെയധികമുണ്ട്. അധ്യാപകരുടെ അവസ്ഥ എനിക്കറിയില്ല. ഇതിൻ്റെയൊക്കെ ബിൽഡിംഗ് സെറ്റപ്പും അതിൻ്റെ ഒരു മൊത്തം ലേഔട്ട് സ്ട്രക്ചറും വെച്ച് നോക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഞാൻ കണ്ട മറ്റു കോളേജിൽ, ഞാൻ എല്ലാ കോളേജിലും മിക്ക കോളേജിലും ഞാൻ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ മറ്റു കോളേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ മുന്നിൽ തന്നെയാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. സന്തോഷം. അധ്യാപകരെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പറയാം, ഞങ്ങളിവിടെയുള്ള ഫാക്കൽറ്റീസ് കൂടുതൽ പേരും PhD ഉള്ളവരാണ്, പിന്നെയുള്ളവർ നെറ്റ് ക്വാളിഫൈഡായ അധ്യാപകരാണുള്ളത്. തീർച്ചയായിട്ടും അക്കാദമിക് രംഗത്ത് വലിയ ഒരു മുന്നേറ്റം തന്നെ ഈ ഒരു കോളേജ് നടത്തും. അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യവും. സന്തോഷം. അപ്പോൾ നമ്മൾ ആ ഒരു കോളേജിൻ്റെ പരിസരത്ത് നിന്ന് വടക്കേ മലബാറിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വടക്കേ മലബാറിൻ്റെ എഴുത്തുകാരൻ എന്ന് ഇനി ഷാജിയെ വിശേഷിപ്പിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നറിയില്ല. കാരണം ഭാഷയ്ക്കും ദേശത്തിനും അപ്പുറത്തേക്ക് ഷാജികുമാർ എന്ന എഴുത്തുകാരൻ വ്യാപരിച്ചു കഴിഞ്ഞു. കാരണം മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഷാജിയുടെ കൃതികൾ വായിക്കപ്പെടുന്നു. നമ്മുടെ ഒരുപാട് ചെറുകഥകളുടെ സമാഹാരങ്ങളിലൂടെ വന്നതാണെങ്കിലും നമുക്കറിയാം ടേക്ക് ഓഫ് പോലെയുള്ള സിനിമയുടെ തിരക്കഥാകൃത്താണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് മരണവംശം എന്ന് പറയുന്ന നോവലിലേക്ക് വന്നു കഴിഞ്ഞാൽ 2024 ഇറങ്ങിയ ഒരു നോവലാണ് മരണവംശം. പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഭൂമിക എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശം തന്നെയാണ്. നമ്മുടെ ഒരു ബഹുസ്വര ഭാഷ അല്ലെങ്കിൽ കേന്ദ്രമായിട്ടുള്ള തുളുനാട് തന്നെയാണ്. അപ്പോൾ ഈ നോവൽ എഴുതാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? അത് വലിയ കഥയാണ്. ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു കഥയ്ക്ക് ആധാരമായിട്ടുള്ള ഒരു സംഭവം മനസ്സിലേക്ക് വരുന്നത്. ഞാൻ അവിടെ ഈ നോവൽ സംഭവിച്ചിട്ടുള്ള സ്ഥലത്ത് ഒരു ഉപന്യാസ രചനാ മത്സരത്തിലേക്ക് 1ാം സ്ഥാനം കിട്ടുന്നു. അന്ന് ഞാൻ ചെറുതാണ്, ചെറിയ കുട്ടിയാണ്. ഞാനും ഏട്ടനും കൂടി ഈ സമ്മാനം വാങ്ങാൻ പോകുന്നു. സമ്മാനം വാങ്ങി കഴിയുമ്പോഴേക്ക് പരിപാടിയൊക്കെ തീരുമ്പോഴും പുരോഗമന കലാസാഹിത്യ സംഘം നടത്തിയ പരിപാടിയാണ്. പരിപാടി കഴിയുമ്പോഴൊക്കെ ഭയങ്കര ഇരുട്ടായി. അന്ന് അവിടുന്ന് ബസ്സോ മറ്റ് വാഹനങ്ങളൊന്നുമില്ല, എന്നും കുറവാണ്, അന്ന് തീരെ ഇല്ല എന്ന് പറയാം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സുരേഷ് പറഞ്ഞു ഇവിടെ താമസിക്കാം. എന്നിട്ട് ഞാൻ വിചാരിച്ചു വീട്ടിലേക്കാണ് വിളിക്കുന്നത്, പക്ഷെ വിളിച്ചത് അടുത്തുള്ളൊരു UP സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങളന്ന് ബെഞ്ചിട്ടിട്ട് 3 പേര് കിടക്കുന്നു. അങ്ങനെ പലതും ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അന്നേ നമ്മൾ സാഹിത്യത്തിൻ്റെ ഒരു അസ്കിതയുണ്ട്, അവരുണ്ട്. അവൻ കവിത എഴുതുമായിരുന്നു, ഞാൻ കഥ എഴുതും. അപ്പം അങ്ങനെ പലതും പറഞ്ഞ കൂട്ടത്തിലാണ് അവിടെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്നോട് പറയുന്നത്. അവിടെ നിന്നാണ് ഈ പരിപാടി തുടങ്ങുന്നത്. പിന്നീട് പല കാലങ്ങളിൽ പല അവസ്ഥകളിൽ പല സമയങ്ങളിൽ ഞാൻ ആ നാട്ടിലെത്തുന്നുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ ഒരു കോയിൻസിഡൻസ് എന്ന് പറയുന്നത് അവിടുത്തെ കുറേ ആളുകൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായി മാറുന്നു എന്നതാണ്. കാരണം അവർ സിനിമയിലുള്ളവരുണ്ട്, നാടകത്തിലുള്ളവരുണ്ട്, നല്ല വായനക്കാരുണ്ട്, എഴുത്തുകാരുണ്ട്. അപ്പോൾ ഇവരോടൊക്കെയുള്ള സൗഹൃദം, അവിടെ പല രാത്രികളിൽ അവിടെ താമസിക്കുന്നു, അവർ പറയുന്ന കഥകൾ. അപ്പോൾ അതൊക്കെ വന്ന് അതിങ്ങനെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു വളർച്ച ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇത് വളർന്ന് ഒരു ഘട്ടത്തിൽ അത് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു എന്ന് പറയാം. ഞാൻ ആദ്യം ഈ നോവലെല്ലാം എഴുതാനായിരുന്നത് അത് എൻ്റെ ലോക്കൽ ആയിട്ടുള്ള ഒരു വീടിനപ്പുറത്തുള്ള കല്ലടൻ വൈദ്യർ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ ദേവസഭാംഗത്തെക്കുറിച്ചുള്ള ഒരു നോവലായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ നോവൽ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് എന്ന് പറയാം. ശരി. നമ്മൾ നോവലിൻ്റെ ഒരു
എങ്ങനെയാണ് തുടക്കം എന്ന് പറഞ്ഞത്. അപ്പോൾ നോവലിൽ ഇപ്പം നല്ലൊരു വായന നടക്കുന്നുണ്ടല്ലേ, തീർച്ചയായിട്ടും. അതിൽ നേരത്തെ പ്രത്യേകിച്ചും നമ്മൾ ഷാജീനെ ഞാൻ ഈ കോളേജിലേക്ക് ക്ഷണിച്ചത് ഒരു ബഷീർ അനുസ്മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കുട്ടികൾ വളരെയേറെ സന്തോഷത്തോടു കൂടി കേട്ട ഒരു കാര്യമാണ് ഷാജിയുടെ വാക്കുകൾ. അതിന് അതേപോലെ തന്നെ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞ ഒരു കാര്യമാണ് ഷാജിയുടെ ഭാഷ. ഒരു പി വി ഷാജികുമാർ എന്ന് പറയുന്ന എഴുത്തുകാരനെ ഇത്രയധികം വായിക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കുട്ടികളോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ബഷീറിനെ പോലെ വളരെ ലളിതമായ സ്വതസിദ്ധമായൊരു ഭാഷാ ശൈലി ഉണ്ട് എന്ന്. എന്തുകൊണ്ടാണ് കാരണം ഏറ്റവും കാസർഗോഡിൻ്റേതായ ഒരു സ്ലാങ്, നമ്മൾ പറയുന്ന ഏറ്റവും പ്രാദേശികമായ ഭാഷയ്ക്ക് ഈ പ്രാദേശികത എന്ന് പറയുന്നതിനോടുള്ള ഒരു അഭികാമ്യം നമുക്കിപ്പോൾ സിനിമയിലായാലും നോവലുകളിലായാലും എഴുത്തിലെല്ലാം കാണുന്നുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു അത് ഭാഷയിലും വരുന്നുണ്ട്, അതിൻ്റെ ഒരു കഥാപശ്ചാത്തലമായിട്ടും വരുന്നുണ്ട്. അത്തരത്തിൽ അങ്ങനെ ഒരു ഭാഷയോടുള്ള ആഭിമുഖ്യം എന്താണ്? അത് ബേസിക്കലി ഞാൻ വിചാരിക്കുന്ന എനിക്ക് അറിയുന്നതേ ഞാൻ എഴുതാറുള്ളൂ. എനിക്കങ്ങനെ ഒരു എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നത് മാത്രമേ ഞാൻ പിടിക്കാറുള്ളൂ. കാരണം എനിക്ക് അങ്ങനെ ഒരു പരിപാടി നറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും ആത്മാർത്ഥതയും നമുക്കൊരു കൺസ്ട്രക്റ്റഡ് വർക്ക് ഓഫ് ആർട്ടിൽ കിട്ടില്ല. ഇപ്പോൾ മരണവംശം എന്ന് പറയുന്നത് എനിക്കറിയുന്ന ഭൂമികയാണ്. അതിലെ കഥാപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന ഭാഷ എൻ്റെ പൂർവികരായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ്. അപ്പോൾ അതിലെ പല അനുഭവങ്ങളും എൻ്റെ പൂർവികരുടെ അനുഭവങ്ങളാണ്. അതിൽ പല കഥകളും, ചിലതൊക്കെ ഭാവനയൊക്കെ ഒരുപാട് ഭാവനയൊക്കെ ഉണ്ട് എങ്കിൽ കൂടിയും ഇത് എനിക്ക് കറക്റ്റായിട്ട് കണക്റ്റ് ആവുന്ന എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന പരിപാടിയാണ്. എനിക്ക് ഉള്ളിലേക്ക് കയറി വരുന്നേ ഞാൻ എഴുതാറുള്ളൂ. അത് ഉള്ളിൽ കയറി വരണം. അതിപ്പോൾ സിനിമയായാലും നാടകമൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുകഥയായാലും നോവലായാലും അതിൻ്റെ ഉള്ളിൽ കയറണം. ഉള്ളിൽ കയറിയിട്ടൊരു കളി കളിച്ചാലേ എനിക്കത് എഴുതാൻ പറ്റും. അപ്പോൾ എനിക്കങ്ങനെ പുറത്ത് എന്നോടത് എഴുതണം എന്ന് എൻ്റെ മനസ്സ് പറയുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ അത് യാദൃശ്ചികമോ അല്ലാതെയോ അത് മൊത്തം ഈ വടക്കൻ മലബാറിൻ്റെ ഒരു ജീവിത പരിസരത്തോട് ചേർന്ന് നിൽക്കുന്നതായി എന്ന് പറയാം. പക്ഷെ അല്ലാത്ത കഥകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നഗരകേന്ദ്രീകൃതമായിട്ടുള്ള ഇപ്പോൾ കൊച്ചിയിലും കൊല്ലത്തും കോഴിക്കോടൊക്കെ താമസിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പ്രമേയങ്ങൾക്കനുസൃതമായിട്ടുള്ള കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവല് വടക്കേ മലബാർ വരുന്നുണ്ടെങ്കിലും പൂർണ്ണമായും വടക്കേ മലബാർ അല്ല. അടുത്ത നോവല് ഒന്നുമല്ല, വേറൊരു ഫാൻറ്റസി വേൾഡിലുള്ള സാധനമാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടൊരു പിടുത്തം പിടിക്കണം. ഇപ്പോൾ തെയ്യം നമ്മൾ മുടിയെടുക്കുമ്പോൾ ആവേശിക്കുന്ന ഒരു പരിപാടിയില്ലേ, അതേപോലെ അത് നമ്മുടെ ഉള്ളിൽ ഒരു ആവേശിച്ച് നമ്മളെ മനസ്സമാനമൊക്കെ എടുത്തണം. അപ്പോൾ നമുക്കത് വർക്കും. അതിനിടയ്ക്ക് പറഞ്ഞു പോയതാണെങ്കിലും ഒരു പുതിയ സന്തോഷമാണ്. കാരണം വായനക്കാർക്ക് ഇനിയൊരു പുതിയ നോവൽ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മറ്റൊരു ഭൂമിക, മറ്റൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഥാതന്തുമായിട്ട് മുന്നോട്ട് പോട്ടെ. ആശംസകൾ ഇപ്പോഴേ അറിയിക്കുന്നു. പിന്നെ നമ്മൾ പുതിയ കാലഘട്ടത്തിലെ എഴുത്ത്, നമുക്കറിയാം പുതിയ തലമുറയിൽപ്പെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തിൻ്റെ ഒരു മേഖലയിൽ ധാരാളം പുസ്തകങ്ങൾ ഉണ്ടാകുന്നു, കഥകളുണ്ടാകുന്നു, നോവലുകളുണ്ട്, സാഹിത്യത്തിൻ്റെ വിവിധ മേഖലകൾ. പുതിയ കടന്നു വരുന്ന തലമുറയോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഞാൻ മുൻതലമുറ, എൻ്റെ മുമ്പിലെ തലമുറ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം നമ്മൾ ഒരാളെ ഉപദേശിക്കാൻ നമ്മൾ അർഹരല്ല. ഒരു റൈറ്റർ എന്ന് പറയുന്നത് അയാളുടെ വഴി വെട്ടുന്നു, അയാൾക്ക് തോന്നുന്നു എഴുതുന്നു, അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു എഴുത്തിലൂടെ. അവരോട് നമുക്കൊന്നും പറയാനില്ല. അവരുടെ രീതികൾ ചിലപ്പോൾ എന്നെ പോലുള്ള മറ്റു പലർക്കും ശരിയല്ലെന്ന് തോന്നാം. പക്ഷേ നമ്മളെ രീതികൾ അതേപോലെ നമ്മളെ മുന്നത്തെ തലമുറയ്ക്ക് ശരിയല്ല, ഇങ്ങനെ നടക്കരുത്, ഇങ്ങനെ പോകരുത്, ഇങ്ങനെ എഴുതരുത് എന്നൊക്കെ ഉപദേശിച്ച എത്രയോ ആൾക്കാരുണ്ട്. എന്നോട് എത്രയോ ആൾക്കാർ ഉപദേശിച്ചിട്ടുണ്ട്. ഉപദേശിക്കരുത് എഴുത്തുകാരൻ ഒരു ഉപദേശത്തിനൊന്നും നിൽക്കുന്നുള്ള. എഴുത്തുകാരൻ അവൻ തോന്നിയതുപോലെ എഴുതണം. അവനെന്താണോ എഴുതാൻ പറ്റുന്നത്, അവനെന്താണോ എഴുതാൻ തോന്നുന്നത്, അവൻ ഏത് ലോകമാണ് അവൻ കൺസ്ട്രക്ട് ചെയ്യുന്നതൊക്കെ അവൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് എഴുത്തുകാരോട് ഉപദേശിക്കാൻ ഞാൻ അർഹനല്ല. അതിനുള്ള എന്താ പറയുക, ഒരു ഗുരു എന്ന നിലയിലൊന്നും ഞാൻ എന്നെ കാണുന്നില്ല. ഞാനൊരു പരാജയപ്പെട്ടു പോയ ഒരു ഗുരുവായിട്ട്, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തൊരു ഗുരുവായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഉപദേശിക്കാൻ ഞാനോ നേരെയായിട്ടില്ല. നേരെയാകാത്ത ഞാനെങ്ങനെയാണ് ഒരു വരാൻ പോകുന്ന എഴുത്തുകാരെ ഞാൻ ഉപദേശിക്കുന്നത്? അത് എനിക്ക് തോന്നുന്നു അതൊരു അതിവിനയത്വമായി പോയെന്ന് തോന്നുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഞാൻ അത് പറയുന്നത് ഉപദേശം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്ത് പറയാനുള്ളത് എന്നതുകൊണ്ട് ഇപ്പം നമുക്കറിയാം കാലഘട്ടത്തിൻ്റെ ചില വ്യത്യാസങ്ങൾ എഴുത്തിലായാലും എല്ലാവരും ഒരുപാട് എഴുത്തുകാരുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളെടുത്ത് നോക്കിയാൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു കാര്യമാണ് അവരുടെ പ്രൊഫൈലിൽ
റൈറ്റർ എന്ന് വെക്കാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും പലരും അറിയപ്പെടും, നമ്മളൊന്നും വായനക്കാരിലേക്ക് എത്തിപ്പെടാത്ത സ്വയം റൈറ്ററാണെന്ന് തീരുമാനിക്കുന്ന ചില വ്യക്തികൾ, അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ പോലും അത്തരത്തിൽ എഴുത്തിൻ്റെ മേഖലയിലേക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അത് നല്ല വായനയെ, നമ്മൾ ഈ പറയും പോലെ കാമ്പുള്ള വായന അല്ലെങ്കിൽ വായനക്കാരുടെ ചോയ്സിന്, തീർച്ചയായിട്ടും ഞാനൊരു വായനക്കാരിയും കൂടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഒരു പുസ്തകം ഒരു ബുക്ക് ഭൂമിയിലോ അതുപോലെ DC-യുടെ പുസ്തകശാലയിലോ പോയി കഴിഞ്ഞാൽ പുസ്തകം എടുക്കുമ്പോൾ ഭയമാണ്. മുമ്പൊക്കെ നമുക്കൊരു പുസ്തകം എടുക്കാൻ കൃത്യമായിട്ടുള്ള ഒരു കാരണങ്ങളുണ്ട്. ഇന്ന് പല പുസ്തകങ്ങളും മറിച്ച് നോക്കി കണ്ടന്റ് നോക്കി എടുക്കേണ്ട അവസ്ഥയാണ്. കാരണം അത്രമാത്രം പുസ്തകങ്ങളാണ്. അതുമാത്രമല്ല കുറേ പ്രൊമോഷൻസിൽ പല മേഖലയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് വായനക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. എന്താണ് അതാണ് ഞാൻ നേരത്തെ പുതിയ എഴുത്തിന്റെ തരംഗോ അല്ലെങ്കിൽ അത് പൊതുവെ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, മാത്രമേ സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു കാലത്ത് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് എഴുത്തുകാർക്ക് മാത്രമേ അവരുടെ കൃതികൾ പിന്നെ അവർ തീരുമാനിക്കുന്ന എഴുത്തായിരുന്നു. ഇപ്പോൾ നമുക്ക് പേരൊന്നും പറയുന്നില്ല, അവർ വന്ന് അവരുടെ കഥകൾ മാത്രം പ്രസിദ്ധീകരിക്കപ്പെടുന്നു, അവരുടെ നോവലുകൾ മാത്രം പ്രസിദ്ധീകരിക്കുന്നു, അതിന് ചർച്ചയുണ്ടാകുന്നു, അതിന് പുരസ്കാരങ്ങൾ ലഭിക്കുന്നു. ഇന്ന് കാരണം മൊത്തം ഗ്ലോബലായി, എവിടെയും ആയിരിക്കും കണ്ടന്റ് പ്രസിദ്ധീകരിക്കാം. കണ്ടന്റ് പ്രസിദ്ധീകരിച്ച് ആ കണ്ടന്റ് നല്ലതാണെങ്കിൽ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. ഒറ്റ ഉദാഹരണം പറയാം, രാജശ്രീ ടീച്ചറുടെ കല്യാണിയിൽ നിന്ന് ദാക്ഷായണി എന്ന 2 സ്ത്രീകളുടെ കഥ. അവർക്കൊരു സ്പേസ് ഇല്ലാന്ന് മീൻസ് അങ്ങനെയല്ല, നമ്മളുടെ ഒരു മുഖ്യധാര ആനുകാലികൾക്കൊന്നും അത്രമേൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയ വഴിയാണ് അവരുടെ കൃതി ശ്രദ്ധിക്കപ്പെടുകയും അത് പുസ്തകമായിട്ട് വരുന്നത്. അപ്പം അതേപോലെ ഇപ്പോൾ പല കൃതികളും അങ്ങനെ സോഷ്യൽ മീഡിയയിലും മാത്രം ഓൺലൈനുകളിലൊക്കെ വന്ന് വായിക്കപ്പെടുന്നുണ്ട്. എൻ്റെ തോന്നൽ വെച്ചാൽ ആളുകളെല്ലാം എഴുതിട്ടായിരുന്നു. ഇത് ഇത്ര ആൾക്കാർ മാത്രമേ എഴുതിക്കൂടൂ, എന്തിനാണ് നമ്മൾ ഈ സംവരണം പറയുന്നത്? എല്ലാവരും എഴുതിട്ട് ആരും എഴുതി കാരണം ഒരു ലൈഫാണ്. ഒരാൾക്ക് പുസ്തകം കഥ എഴുതുന്നു അയാൾ എഴുതട്ടെ, ഒരാൾക്ക് നോവൽ എഴുതുന്നു അയാൾ എഴുതട്ടെ, അയാൾ സിനിമ ചെയ്തോട്ടെ, എല്ലാം ചെയ്തോട്ടെ. ഇത് ആരാണ് ഇതിൻ്റെ ഒരു പരമാധികാരം? ഇങ്ങനെ എഴുതിക്കൂടൂ, ഇത്ര ആൾക്കാരെ പുസ്തകം പ്രസിദ്ധീകരിച്ചുകൂടൂ. എൻ്റെ സമയത്രം ആരെഴുതിയാലും എനിക്ക് സന്തോഷം. അപ്പോൾ ഞാനൊരു സാധനം എഴുതിച്ചാൽ എനിക്കിപ്പോൾ പുസ്തകം വായിക്കപ്പെടണം എന്നല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് ഇപ്പോൾ മരിച്ചു പോകുമ്പോൾ ഇത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് പോയി, ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. എനിക്കതൊരു ഒരു ഒരു ഓക്കെ സീനാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ എഴുതുന്നതിൻ്റെ അങ്ങനെ ഒരുപാട് ആൾക്കാർ എഴുതുന്നു. അവർ ചിലപ്പോൾ ഭയങ്കര നമ്മളുടെ വായനയിൽ നിന്ന് ഭയങ്കര പൾപ്പായി തോന്നിയേക്കാം, പക്ഷെ അത് വേറെ ആളുടെ വായനയെ ഭയങ്കര സന്തോഷിപ്പിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഞാനിത് വേറൊരു കാരണം, തീർച്ചയായിട്ടും പലപ്പോഴായിട്ട് പല സുഹൃത്തുക്കളും നമ്മൾ ചോദിക്കും ഇതെന്താ വായിച്ചിട്ട് ഇങ്ങനെ, അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് പുതിയ. അതുകൊണ്ട് ഒന്ന് അല്ല അതൊക്കെ ഉണ്ടാവുന്നേ. അത് വെച്ചാൽ നമ്മളിപ്പോൾ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്നുകൊണ്ടിരിക്കുന്ന പല പുസ്തകങ്ങളും എനിക്ക് വായിക്കാൻ തോന്നാറില്ല എന്ന് വെച്ചിട്ട് അവരത് എഴുതരുത്, എഴുതാൻ പാടില്ല എന്നുള്ള അവകാശം നമുക്ക് ആയിട്ടില്ല. ഇപ്പോൾ മലയാള സിനിമയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട്, കൊമേഴ്ഷ്യൽ സിനിമ വരുന്നുണ്ട്, തിയേറ്ററിൽ എത്താത്ത സിനിമ വരുന്നുണ്ട്, തിയേറ്ററിൽ എത്തിയിട്ട് ആളുകൾ കാണാത്ത സിനിമ വരുന്നുണ്ട്. ഒരു വർഷം 182 സിനിമ വരുന്നുണ്ട്. അപ്പോൾ മലയാള സിനിമയിൽ 182 സിനിമ വരുമ്പോൾ മലയാള സാഹിത്യത്തിൽ നിന്ന് 182 പുസ്തകങ്ങൾ ഇറങ്ങിക്കൂടെ? അത് 182 സിനിമ ഇറങ്ങുമ്പോൾ ഒരു സിനിമയ്ക്ക് മിനിമം 2 കോടി 3 കോടി പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്. ഇവിടെ ഒരു കഥ ഇറക്കണമെങ്കിൽ ഒരു 40,000-50,000 ഇറക്കാം. തീർച്ചയായിട്ടും ഞാൻ ഈ ചോദ്യം ചോദിക്കാനൊരു കാരണം, നമ്മുടെ പ്രത്യേകിച്ച് നമുക്കറിയാം വളരെ അടുത്ത കാലത്ത് വളരെ വിവാദം അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. കാരണം എഴുത്ത് എങ്ങനെയാണ് വായനക്കാരും എഴുത്തുകാരും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ അതിനെ നമുക്ക് അംഗീകാരം, ഒരു പുരസ്കാരത്തിൻ്റെ പേരിൽ അല്ലേ, പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം. അത് നമ്മുടെ എഴുത്തുകാരെ പഴയ രീതിയിൽ തന്നെ വായിക്കപ്പെടണം എന്നുണ്ടോ? അല്ല അതിനെക്കുറിച്ച് അതൊരു വിമർശനത്തെ എങ്ങനെയാണ് കാണുന്നത്? പലതരത്തിലും വിമർശനങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ സ്വീകാര്യതയും ഉണ്ട്. എങ്ങനെയാണ്, എന്താണ് അതിൽ ഷാജികുമാറിന്റെ? ഞാനത് കാണുന്ന നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്താണ്, വ്യക്തിബന്ധത്തിനപ്പുറം വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന് നല്ല വായനക്കാരുണ്ടായിട്ടുണ്ട്, അവന് അത്യാവശ്യം പൈസ കിട്ടിയിട്ടുണ്ട്. അത് ഒരുപാട് പുതിയ വായനക്കാരെ, പുതിയ കുട്ടികളെ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയിട്ട് വയ്യ മലയാള സാഹിത്യ പുരസ്കാരത്തിന് ഇത് പോയേ എന്ന് ഇങ്ങനെ വിലപിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്കത് തോന്നിയിട്ടില്ല. അതിനത് കാരണം ഒരു കൃതിക്ക് കേന്ദ്ര അവാർഡ് കൊടുക്കുന്നത് 3 പേരാണ് തീരുമാനിക്കുന്നത്. അപ്പം ഞാൻ സഞ്ജുളിൽ വേറൊരാൾ, നമ്മളുടെ സെൻസിബിലിറ്റിയാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം മികച്ച കൃതിയായി തോന്നി, മാർക്കറ്റ് കൊടുക്കുന്നു, ഇത് വരുന്നു. ഞാൻ ചോദിക്കട്ടെ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എത്ര പോഴ കൃതികൾ കിട്ടിയിട്ടുണ്ട്? കേരള സാഹിത്യ അക്കാദമിയുടെ ലിസ്റ്റ് എടുത്ത് നോക്ക്.
നോവലായാലും പഴയ കാലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആരും വായിക്കാത്ത എത്രയോ കൃതികൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ പല അവാർഡുകളും ഞാൻ പറഞ്ഞ അതിലൊക്കെ 3 വിധികർത്താക്കളാണ് തീരുമാനം ഉണ്ടാകുന്നത്. ആ 3 വിധികർത്താക്കളുടെ റീഡിങ് സെൻസിബിലിറ്റിയിൽ ആ കൃതി നല്ലതായി തോന്നുന്നു, ആ കൃതി കൊടുക്കുന്നു. പിന്നെ ആ കൃതിക്ക് അവാർഡ് കൊടുത്തിട്ട് ഞാൻ അവാർഡിനെ സംബന്ധിച്ചിടത്തോളം അത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അത് എനിക്ക് കിട്ടിയാണ്. എനിക്ക് കിട്ടിയിട്ട് മറ്റു പലർക്കും കിട്ടിയിട്ടുണ്ട്. അതേപോലെ അഖിൽ പി ധർമ്മേന്ദ്രന് കിട്ടുമ്പോൾ ഇതിലെന്തിനാണ് നിങ്ങളിങ്ങനെ ഒരു അയ്യോ കിട്ടിയല്ലോ അതിൻ്റെ ഇത് പോയല്ലോ എന്തോ ഉദാത്ത കല എന്നൊക്കെ പറയുന്ന സാധനത്തോട് എനിക്ക് അത് ജഡ്ജിങ് വിധികർത്താക്കൾ 3 വിധികർത്താക്കൾ തീരുമാനിക്കുന്ന ഒരു പരിപാടിയാണ്. അല്ലാതെ കേന്ദ്രം കൊടുക്കുന്ന അവാർഡല്ല, അല്ലെങ്കിൽ കേരളം കൊടുക്കുന്ന അവാർഡല്ല. ഇത് ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡായാലും 3 പേര് തീരുമാനിക്കുന്നതാണ്. അവർ മാർക്കിടുന്നു, അവരെ കൂട്ടുന്നു, ഏതാണ് 1ാം സ്ഥാനം കിട്ടുന്നത് അതിന് കൊടുക്കുന്നു. ഇനി അതിനപ്പുറത്തെ ഇടപെടൽ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പുതിയ തലമുറക്ക് ഒരു പ്രചോദനമാണ് ഈ വാക്കുകൾ. അതുകൊണ്ടാണ് ഞാൻ ഷാജിയോട് ചോദിച്ചത്. എനിക്കറിയാം ഷാജി അതൊരു തുറന്ന വിശാലമായ ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ മരണവംശത്തിലേക്കും ഇനി പുതിയൊരു പുസ്തകം വന്നിട്ടുണ്ട് അല്ലേ, പുതിയ ഒരു കഥ ചൂണ്ട. എന്താണ് അതൊരു ആ പുസ്തകം? അത് എൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും പിന്നെ ബാല്യകാലികളിലും പല നേരങ്ങളിൽ എഴുതിയ ഓർമ്മകളുടെ സമാഹാരമാണ്. മരണവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ അബ്ദുള്ളയുടെ കഥയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു 10-12 ഓർമ്മക്കുറിപ്പുകളുടെ ഞാൻ ഒന്നാമത് ഓർമ്മ എഴുതാൻ താല്പര്യമുള്ള ആളാണ്. എൻ്റെ 4ാമത്തെ ഓർമ്മ പുസ്തകമാണ്. അത് പറഞ്ഞപ്പോഴാണ് ഷാജി അത് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ പുസ്തകങ്ങൾ അല്ലേ, ആത്മകഥകൾ, ഇതൊക്കെ മലയാളത്തിൽ ഭയങ്കരമായിട്ട് വായനക്കാർ ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇമോഷണലി മനുഷ്യര് പണ്ട് കാലത്തിൽ ഏറ്റവും കൂടുതൽ നോവലുകളും കഥകളും ഒക്കെ പോയ സ്ഥാനത്താണ് എന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കൃതികളായിട്ട് ഇത് മാറുന്നുണ്ട്. ഓർമ്മക്കുറിപ്പുകൾ ഭയങ്കര സ്വീകാര്യമാണ് അല്ലേ ശരിക്കും? എന്തുകൊണ്ടായിരിക്കും അത്തരത്തിൽ? അത് മനുഷ്യര് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്. ഞാനതൊക്കെ പലരുടെയും അനുഭവങ്ങൾ വായിച്ച് ഞാൻ തന്നെ കരുതിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു കഥ എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. ഇപ്പൊ പത്രങ്ങളിൽ തന്നെ കാണുന്ന വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ എന്തുമാത്രം ഇത് കഥയാണോ അതോ നടന്നാണോ എന്ന് വിശ്വസിക്കുന്നതിന് അപ്പുറത്ത് ഭീകരമായിട്ടുള്ള കൊലപാതകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അനുഭവങ്ങളുടെ ഒരു കടൽ ഇങ്ങനെ മലയാള സാഹിത്യത്തിൽ വരുമ്പോൾ ഉള്ള നല്ല കാര്യം എന്ന് വെച്ചാൽ ഇതിന് വെല്ലുന്ന കഥകൾ എഴുതണം. കമ്പിളി കണ്ടെത്ത് കൽക്കേണ്ട മരുന്നുകൾ വളരെ ഞാൻ കരഞ്ഞ പോയ പുസ്തകം കരഞ്ഞ ഓൺലൈനിൽ എല്ലാ ലക്കങ്ങളും വായിച്ചാണ്. ആ സമയത്ത് ഞാൻ ഓരോ അധ്യായം വായിക്കുമ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഇത്രയും അനുഭവങ്ങളുടെ കടന്നിട്ടാണ് ആ മനുഷ്യന് ഒരു നിലയിലെത്തുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കില്ല. വളരെ എന്തനുഭവം എനിക്ക് തോന്നുന്നു VD സതീശൻ അപ്പൊ അത്തരത്തിലുള്ള സ്പേസ് എവിടെ കിട്ടുന്ന വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമി ഓൺലൈൻ ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെ ഒരു ഓൺലൈൻ സാധ്യത കൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ അത്തരത്തിലുള്ള സാധനം വന്നത്. ഓർമ്മക്കുറിപ്പുകളൊക്കെ വരട്ടെ, ഞാൻ ഇങ്ങനെല്ലാം വരട്ടെ. ഓർമ്മക്കുറിപ്പുകൾ, നാടകങ്ങൾ, കഥ. തീർച്ചയായും ബഷീറിനെ പോലെയെല്ലാം നമ്മൾ കൂടുതൽ ഇപ്പം ഇന്ന് നമ്മൾ ഷാജിയുടെ വരാനുള്ള ഒരു പ്രധാന കാരണം നേരത്തെ പറഞ്ഞ പോലെ ബഷീർ ഇൻസ്പിറേഷൻ. തീർച്ചയായിട്ടും ബഷീർ ഇന്നും നമുക്ക് മറ്റെല്ലാ എഴുത്തുകാരും മലയാളത്തിൽ ഒരുപാട് സാഹിത്യകാരന്മാരുണ്ടെങ്കിൽ പോലും ബഷീറിനെയാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം അദ്ദേഹം തന്നെ, അദ്ദേഹത്തിന്റെ ചുറ്റുപാടും അനുഭവങ്ങളുമാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് സത്യസന്ധതയുണ്ട്, സത്യസന്ധതയുണ്ട്, നൈതികതയുണ്ട്, പിന്നെ അതിനൊരു വെളിച്ചമുണ്ട്. അത് ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ബഷീറിൻ്റെ കൃതികൾ. നമുക്കത് വായിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. ദസ്തോവസ്കിയുടെ കൃതികൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ടോൾസ്റ്റോയുടെ കൃതികൾ വായിക്കുമ്പോൾ, ഉറൂബിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ നമുക്ക് എന്തൊക്കെയോ അർത്ഥം തോന്നും. അങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കാന്ന് പറഞ്ഞാൽ ജീവിത വിജയ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് കിട്ടൂല. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണം, ഈ പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ നിരാശ കിട്ടും. എനിക്ക് ഒരിക്കലും ജീവിത വിജയ പുസ്തകം 2-10 പേജിനപ്പുറം വായിക്കാൻ പറ്റില്ല. കാരണം അത് ആ ജീവിത വിജയ പുസ്തകം എന്ന് പറയുന്നത് ഭയങ്കര കൃത്രിമമാണ്. അങ്ങനെയല്ല ജീവിത വിജയം എന്ന് പറയുന്നത് നിങ്ങൾ പൈസ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വീട് കെട്ടിയോ അല്ലെങ്കിൽ കാറ് വാങ്ങുകയോ നല്ല ബൈക്ക് വാങ്ങുകയോ അല്ല. അത് ആത്യന്തികമായിട്ട് മനസ്സമാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള പലതരം സമാധാനങ്ങൾ ബഷീറിൻ്റെയും ഉറൂബിൻ്റെയും മറ്റ് കേശവദത്തിൻ്റെ കൃതികൾ ചെയ്യുന്നത് വെളിച്ചമാണ്. അതാണ് ഈ സാഹിത്യത്തിൻ്റെ വേറൊരു പരിപാടി.
എന്തായാലും സന്തോഷം. ഒരുപാട് സമയം നമുക്ക് എടുക്കാനില്ല, നമുക്കറിയാം പരസ്പരം ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജിലേക്ക് വന്നതിലും ഈ കോളേജിനെ കുറിച്ച് അഭിപ്രായം തുറന്ന് സംസാരിച്ചു. നല്ല കോളേജാണ്. സന്തോഷം, ഒരുപാട് സന്തോഷം. കാരണം നമ്മുടെ ഒരു ഇതിൻ്റെ മാനേജർ എന്ന് പറയുന്ന തന്നെയാണ് നമ്മുടെ നാടിനെ കുറിച്ച്. ഇതിന്റെ കോളേജിന്റെ പേരിൽ തന്നെ അത് ഉണ്ടല്ലോ, കുണിയ എന്ന് പറയുന്ന ഒരു നാടിനെ, ഷാജി കുമാറിനെ പോലെയുള്ള നമ്മുടെ വടക്കേ കേരളത്തിൽ അടയാളപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് കുണിയയുടെ പേരിലാണ് അദ്ദേഹം അത് ഈ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ മാനേജർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ശരിക്കും വിദ്യാഭ്യാസ രംഗത്തൊരു വലിയ മുന്നേറ്റം ആണ്. അപ്പോൾ ഞങ്ങളുടെ കോളേജിലേക്ക് വന്നതിലും ഇത്തരത്തിലുള്ള ഞങ്ങൾ കുട്ടികളുമായിട്ട് സംവദിച്ചതിലും അതുപോലെ തന്നെ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി പങ്കിട്ടതിലും സ്നേഹം.